കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ആധികാരികമായ വിവരം കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നതുകൊണ്ട് സഹായി ഉപയോഗിച്ച് എക്സാം എഴുതി പഠിച്ചു വരുന്ന കുട്ടികളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികളുടെ ഈ IQ ആ മേഖലയിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ് ഇവർ രണ്ടുപേരും അറിയാൻ കഴിയും. അത്തരത്തിലുള്ള ഈ കുട്ടികൾ ഇത്തരത്തിലുള്ള ഒരു യാത്രയിലേക്ക് പോകുമ്പോൾ അതിനെത്രത്തോളം മറ്റു ബാഹ്യമായ സഹായങ്ങളിലായിട്ടുള്ള തീർച്ചയായിട്ടും ദിസ് ഇസ് ടു പ്രീമച്യൂർ ടു കമന്റ് ഓൺ ദാറ്റ് തിങ്സ്. കുട്ടികളെ എൻ്റെ ടീമോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട കൗൺസിലിംഗ് സംവിധാനങ്ങളോ ആക്സസ് ചെയ്യാതെ വി കനോട്ട് കമന്റ് ഓൺ എന്താണ് ഇനി കുട്ടികൾക്ക് ആവശ്യമായ കൗൺസിലിംഗ് ഒക്കെ അതുപോലെ തന്നെ തീർച്ചയായിട്ടും അവയർനെസ് കൊടുക്കേണ്ടത് എല്ലാ രീതിയിലും. ഇപ്പം നമ്മുടെ പോലീസ് ടീം പ്രാഥമികമായിട്ട് എൻ്റെ സബ് ഇൻസ്പെക്ടർ ചെന്നതിന് ശേഷമാണ് വിൽ അസസ് ഓൺ ദാറ്റ്. വീട്ടിൽ നിന്ന് മാറി നിൽക്കുക എന്നൊക്കെ ഉദ്ദേശമാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യാത്ര എന്ന് പറയുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരാൻ എത്രയും നമുക്ക് മനസ്സിലാക്കാം. തിരിച്ചു വരാൻ പോലും ഒരു താല്പര്യമില്ലാന്ന് അഭിപ്രായം പ്രകടിപ്പിച്ചായിട്ട് അറിയാൻ കഴിയും. ഏതായാലും പോലീസ് അവരിലൊന്ന് എത്തട്ടെ. നടപടി സ്വീകരിക്കുന്നുണ്ടോ? അതും ഈ പറഞ്ഞ രീതിയിൽ ഹാസ് ടു കം. കുട്ടികളുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കേണ്ടതുണ്ട്, കുട്ടികളെ വിശദമായിട്ട് ചോദിക്കേണ്ടതുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത്. അതിനുശേഷം വാട്ട് എവർ ലീഗൽ സ്റ്റെപ്സ് ഹാവ് ടു ബി ഡൺ. ഏതായാലും പോലീസിന് ഈ ഒരു അന്വേഷണത്തിൽ കുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞാൽ വലിയ സംതൃപ്തിയുണ്ട്. ആശ്വാസമാണ് ഏറ്റവും കൂടുതലുള്ളത്. ഓവർനൈറ്റ് DSP താനൂരും മെസ്സേജും നമ്മുടെ ടീമും ഇന്നലെ രാത്രി ഞാനിവിടെ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് ക്ലൂസ് ഒന്നും ഇല്ലെങ്കിലും പുലർച്ചെ തന്നെ എസ് ഐ സുജിത്തും ടീമും അങ്ങോട്ടേക്ക് പോകാമെന്നുള്ളൊരു ഡിസിഷൻ ഉണ്ടായി. അപ്പോൾ ദാറ്റ് ഹാസ് വർക്ക്ഡ് ഔട്ട് ടു ബി ഗുഡ്. ഇതിൽ ചലഞ്ച് എന്ന് പറയുന്നത് മുംബൈ ഒരു മഹാനഗരമാണ്. നമ്മൾ ബാറ്റ്സ്മാൻസിനെയൊക്കെ വിളിച്ച് വെൻ യു റീച്ച് സംവെയർ ആൻഡ് ഇവർ മൂവ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ എൻ്റയർലി ഡിഫറെൻറ്റ് ഒരു എസ്പീഡ് കീഴിൽ വളരെ കുറച്ച് ഏരിയസ് ഒക്കെ ഉണ്ടാവുള്ളൂ. സോ ഇറ്റ് ബിക്കംസ് ഡിഫിക്കൽട്ട് ടു ഓപ്പറേറ്റ് ദാറ്റ് വേ. വഴി മുംബൈ എന്നതിനൊരു ഉത്തരം ഉണ്ടായി. ഇപ്പോൾ അല്ല, ഈ പോലീസ് സംഘം ഇപ്പോഴും എങ്ങോട്ടാണ് പോകുന്നത്? കെയർ ഹോമിലേക്കാണോ അതോ? ഇല്ല, ഇപ്പം നമ്മൾ പൂനെ RPFൻ്റെ RPF സെക്യൂർഡാണ്. RPF ഹാസ് എ സിസ്റ്റം ഫോർ ദാറ്റ്. ഇങ്ങനത്തെ കുട്ടികളെ അവർ സ്വാഭാവികമായിട്ട് അവർ സെക്യൂർ ചെയ്ത് വെച്ച് സംഘം ആദ്യം അങ്ങോട്ടാണ് പോകുക. ഇപ്പോൾ നമ്മൾ മുംബൈയിലേക്കാണ് ടിക്കറ്റ് എടുത്തത്. ഇപ്പം ഇന്നലെ മുംബൈ എന്നുള്ളതായിരുന്നു. ഇപ്പം പിന്നെ ട്രാൻസിറ്റിലാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇപ്പോൾ തിരിച്ച് RPFന്റെ മുംബൈ പോലീസിന്റെ സഹായം എത്തരത്തിലുള്ളതായിരുന്നു ഈ വിഷയത്തിൽ? അല്ല, സ്വാഭാവികമായിട്ടും ഇതിൻ്റെ സെൻസിറ്റിവിറ്റി ഒന്ന് അപ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവരൊന്നും നമുക്ക് നേരിട്ട് അറിയാവുന്നതോ അല്ലാത്തതായിട്ടുള്ള ഉദ്യോഗസ്ഥരൊക്കെയാണ്. ബട്ട് ദേ ഹാവ് ഡൺ ഫാന്റാസ്റ്റിക്കലി. മലയാളി സമാജം അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും അതിൽ അത് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. മാധ്യമങ്ങൾ ഹാസ് പുട്ട് ഇറ്റ് അക്രോസ് നല്ല രീതിയിൽ. അപ്പം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂടി ഇതിനകത്തുണ്ട്. ട്രെയിനിൽ നിന്ന് തന്നെയാണല്ലോ ലൊക്കേറ്റ് ചെയ്യുന്നത്. ആ ട്രെയിനിൽ എങ്ങോട്ടേക്ക് പോകാനായിരുന്നു? അവർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് അങ്ങനെ ഏതൊരു ട്രെയിനാണെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഡെസ്റ്റിനേഷൻ എന്താണെന്നുള്ള കുട്ടികളോട് തന്നെ ചോദിക്കണം. കാരണം ഇതെല്ലാം ബിസി റെയിൽവേ സ്റ്റേഷൻസൊക്കെയാണ്. അതിൽ നിന്നിപ്പോൾ ട്രെയിൻ ടിക്കറ്റ് രീതിയിലുള്ള അന്വേഷണമൊക്കെ ഇനി വന്നതിന് ശേഷമാണ് നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. കുട്ടികളോട് എൻ്റെ ടീം ഒന്ന് പ്രാഥമികമായി തന്നെങ്കിലും ഒന്ന് സംസാരിച്ചാലാണ് അതിൻ്റെ രീതിയിൽ പോകും. ഇവർ ഈ ഇത്രയും ദീർഘദൂരത്തിലേക്ക് പോകുമ്പോൾ റിസർവേഷൻ ഒന്നും ഇല്ലാത്ത ട്രെയിനിലാണല്ലോ ടിക്കറ്റാണല്ലോ പോകുന്നത്. അപ്പോൾ അതൊന്നും ഈ TTRൻ്റെ ഇവരൊന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല. അങ്ങനെ എല്ലാം മേ ബി ബൈ ചാൻസ് നീങ്ങി പോകുന്നതായിരിക്കാം. ഇവിടെ വന്ന നടപടിക്രമങ്ങൾ എന്താ സാറേ ഈ കുട്ടികളെ? ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് കോഴ്സ് കോടതിയിൽ അവർ 57 KPA ആസ് ഓഫ് നോ അവർ ക്രൈമൊന്നും ഒന്നിലും ഉൾപ്പെട്ടിട്ടില്ല. സോ കുട്ടികളാണ്. അവരെ ഏറ്റവും ആദ്യം തന്നെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അതിനുശേഷം അവരുടെ സ്റ്റേറ്റ്മെൻറ്റും മറ്റും എടുക്കേണ്ടതുണ്ട്. അതിനുശേഷം ഓഫ് കോഴ്സ് ജുവനൈൽ ജസ്റ്റിസിൻ്റെ ഭാഗമായിട്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് നമ്മളൊരു റിപ്പോർട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് നൽകും. സോ അതിനുശേഷമുള്ള തുടർ നടപടി റിക്വസ്റ്റ് ഉള്ളത് നൗ ദാറ്റ് ഇറ്റ്സ് ഡൺ. അവരുടെ ഫോട്ടോഗ്രാഫ്സ് വീഡിയോസ് വിത്ത് ദെയർ വിഷ്വൽസ് എല്ലാം ഒന്ന് റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അവർക്ക് എക്സാമും എല്ലാം ഉള്ളതാണ്. സോ വി നീഡ് ടു ഗെറ്റ് ഫോൺ വാങ്ങിയെന്ന് പറയുന്നു. സിം കാർഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അവർ. ഒരെണ്ണം സിം കാർഡ് അവർ സംഘടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ദാറ്റ് ഷോസ് പ്രിപ്പറേഷൻസ്. യുവാവ് നിലവിൽ എവിടെയാണുള്ളത്? നമ്മുടെ ഒരു നിരീക്ഷണത്തിലോ നമ്മളോട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെയും സഹകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ കുട്ടികളെ കണ്ടെത്തുന്നതിൽ വേറെ സഹകരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. ഇപ്പം പ്രധാനപ്പെട്ട പ്രാഥമികമായ ഒരു പരിശോധന ഇയാൾ മറ്റേ വേറെ എന്തെങ്കിലും ക്രൈമിലോ മറ്റേ ഉൾപ്പെട്ട ഒരാളാണോ? അങ്ങനെ എന്തെങ്കിലും നമുക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ആസ് ഓഫ് നോ ഇല്ല. നമ്മുടെ പ്രാഥമിക പരിശോധന ഇയാൾ പറയുന്നത്. ഇതിൽ ഒരുപാട് കളവുകളും ചെറിയ കൊച്ചു നുണകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് വന്ന് വിശദമായിട്ടൊന്ന് അവർ റിലാക്സ് ആക്കിയതിന് ശേഷം നിങ്ങൾ കണ്ടാണോ ഇവിടുന്ന് എസ്കേപ്പ് ആവണം എന്നൊക്കെ പറയുന്നത്. കമൻറ്റ് ചെയ്യുന്നില്ല. ഇറ്റ്സ് ഓൾ ഒരു അഡ്വഞ്ചറിസ്റ്റ് ആംഗിൾ ആയിരിക്കാം ആസ് ഓഫ് നോ നമുക്ക് തോന്നുന്നു. മറ്റെല്ലാ ആംഗിളുകളും നമ്മൾ പരിശോധിക്കും തീർച്ചയായിട്ടും. പക്ഷേ കുട്ടികളെ ഞങ്ങളുടെ കയ്യിലേക്കൊന്ന് എത്താന്നുള്ളത് ഒരു അപ്പീലുള്ളത് ലൈക്ക്
വിഷ്വൽസ് ഫോട്ടോഗ്രാഫ്സ് അതെല്ലാം ഒന്ന് ടേണിംഗ് പോയിന്റ് ആയത് 9 മണിക്ക് ലഭിച്ച ആ സിഗ്നൽ തന്നെയായിരുന്നു അല്ലേ? ഇന്നലെ രാത്രിയോടെ ലഭിച്ച സിഗ്നൽ തന്നെയാണ്. അതെ, ഫോൺ മറ്റൊരു ഫോൺ ഓൾറെഡി ഉള്ള ഫോണില്ല, വേറൊരു ഫോണും വേറൊരു സിമ്മിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പം അത് പാർട്ട്ലിയായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഞങ്ങൾക്ക് ലഭിച്ചതാണ്. ഇവർ നേരെ ചെന്ന സലൂണിലാണല്ലോ കയറിയത്. അതൊക്കെ എന്തുകൊണ്ടാണ് ഇപ്പോൾ പിതാവ് തന്നെ പറയുക ഇവിടെ കൂടി സ്ട്രെയിറ്റൺ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, നമ്മൾ എതിർത്തിരുന്നു, അങ്ങനെ വല്ലതും ഇതുണ്ടോ? തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. മൊത്തത്തിലൊരു വിഷയത്തിൽ ഒരു അവയർനെസ്സിൻ്റെ ഒക്കെ ഒരു മറ്റു കുട്ടികളെ എങ്ങനെ ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. ക്ലിയർ ആയില്ല. മറ്റു കുട്ടികളെ ഇത് അനുകരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു ബോധവൽക്കരണം കൂടി വേണ്ടേ? അഗെയിൻ അതിലും നമുക്കിപ്പോൾ എന്താ ഇതിനകത്ത് പറയാൻ കഴിയും, അതിലുള്ള ഈവൻ പാരൻസിനെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തണം. ഇതിൻ്റെ കൗൺസിലിംഗ് ഇൻക്ലൂഡിങ് എവറിത്തിങ് ഇതിനകത്ത് ഉൾപ്പെടുത്തണം എന്നുള്ളൊരു കാര്യം എന്തായാലും DSP ആയിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവരുടെ ആപ്രിഹെൻഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി കവർ ചെയ്യണം എന്നുള്ളത്.